Hi friends, myself Ashtami from Trinity College of Engineering. We will be discussing about ACT, Advanced Concrete Technology. The course code is CE361. So let's start from Module 1. Here is the university questions from Module 1. Let's discuss each in detail. So first question is about aggregates. What are lightweight aggregates? And discuss any two uses of them with examples from December 2019. സോ എന്താണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് എന്നും അതിനെക്കുറിച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് രണ്ട് യൂസസും ചോദിച്ചിട്ടുണ്ട് ഡിസംബർ 2019. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് ദേ ബിലോങ് ടു കോഴ്സ് അഗ്രിഗേറ്റ്സ്. ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൽ വരുന്ന ഒരു ടൈപ്പാണ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് തെർമൽ പ്രോപ്പർട്ടീസ്. അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരെണ്ണമാണ് തെർമൽ പ്രോപ്പർട്ടി. ഓൾസോ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ഫയർ റെസിസ്റ്റൻസ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് റിഡക്ഷൻ ഇൻ ഫോം വർക്ക്. ഇനി ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ബ്ലാസ്റ്റ് ഫർണസ് ലാഗ്, നാച്ചുറൽ പ്യൂമിസ് എക്സെട്ര. ഇതാണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സിൻ്റെ എക്സാമ്പിൾസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. സോ അടുത്തത് മൊഡ്യൂൾ 1 അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള മെയിനായിട്ടും റിപ്പീറ്റഡും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ്? 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2018 ചോദിച്ചിട്ടുണ്ട്, മെയ് 2019 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് സോഴ്സ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2019 ചോദിച്ചിട്ടുണ്ട്, ഏപ്രിൽ 2018 ചോദിച്ചിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യനും സെയിം ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സിൽ മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ സൈസ്. ബേസ്ഡ് ഓൺ സൈസിൽ അഗ്രിഗേറ്റിനെ ഫൈൻ അഗ്രിഗേറ്റ് എന്നും കോഴ്സ് അഗ്രിഗേറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫൈൻ എന്നും കോഴ്സ് എന്നും. ഫൈൻ അഗ്രിഗേറ്റ് 4.75 mm സീവിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ കോഴ്സ് അഗ്രിഗേറ്റ് റീറ്റെയിൻ ഓവർ 4.75 mm സീവായിരിക്കും. ഇനി ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒരു സൈസ് വേരിയേഷനാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ടൈപ്പ്, ഫൈൻ അഗ്രിഗേറ്റിൽ വരുന്ന മെയിൻ ടൈപ്പാണ് കോഴ്സ് സാൻഡ്, മീഡിയം സാൻഡ്, ഫൈൻ സാൻഡ്, അതുപോലെ സിൽറ്റ് ആൻഡ് ക്ലേ. ഇതിൻ്റെയൊക്കെ സൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വേരിയസ് ടൈപ്സ് ആണ്. ഫൈൻ ഗ്രേവൽ, മീഡിയം ഗ്രേവൽ, കോഴ്സ് ഗ്രേവൽ, കോബിൾ, അതുപോലെ ബോൾഡേഴ്സ്. അതിൻ്റെ സൈസ് വേരിയേഷനാണ് ഈ ടേബിളിലും കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ബേസ്ഡ് ഓൺ സൈസാണ്. സെക്കൻഡ് മെയിൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പാണ്. ഷേപ്പിൻ്റെ ബേസിസിൽ അഗ്രിഗേറ്റിനെ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ആദ്യത്തേത് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്, രണ്ടാമത്തത് ഇറഗുലർ അല്ലെങ്കിൽ പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്, തേർഡ് വൺ ആംഗുലാർ അഗ്രിഗേറ്റ്സ്, ഫോർത്ത് വൺ ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ എലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ്. ബേസ്ഡ് ഓൺ ഷേപ്പിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഇത്രയും. ഇനി അത് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യത്തേത് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. റൗണ്ടഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഷേപ്ഡ് ബൈ ആൾട്രീഷൻ ആൻഡ് ഇൻ ദ ഫോം ഓഫ് സീഷോർ. സീഷോറിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിലും ആയിരിക്കും. ഇനി ഇതിൻ്റെ മിനിമം പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് 32 to 33% ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് വർക്കബിലിറ്റി കൂടുതലായിരിക്കും. വോയിഡ്സ് കൂടുതലായതുകൊണ്ട് വർക്കബിലിറ്റിയും കൂടുതലായിരിക്കും. ഇനി ഇതിന് വാട്ടർ സിമൻറ്റ് റേഷ്യോ ലെസ്സായിട്ട് മതിയായിരിക്കും. ലെസ്സർ എമൗണ്ട് ഓഫ് വാട്ടർ സിമൻറ്റ് റേഷ്യോ ആണ് ഇത് റിക്വയർ ചെയ്യുന്നത്. അതുപോലെ നോട്ട് കൺസിഡേർഡ് ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്.
ഈ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് വർക്കിന് നമ്മൾ ചൂസ് ചെയ്യാറില്ല. കാരണം പുവർ ഇൻ്റർലോക്കിംഗ് ബിഹേവിയർ ആണ്, അതുപോലെ വീക്ക് ബോണ്ട് സ്ട്രെങ്തും ആണ്. ഇനി റൗണ്ടഡ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പറഞ്ഞത് ഇറഗുലർ അഗ്രിഗേറ്റ് ആണ്. ഇറഗുലർ അഗ്രിഗേറ്റ് എന്താണെന്ന് നോക്കാം. ദേ ആർ പാർട്ട്ലി റൗണ്ടഡ്, അതുപോലെ പാർട്ട്ലി ഷേപ്ഡ് ബൈ ആൾട്രീഷ്യൻ. ദേ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് പിറ്റ് സാൻഡ് ആൻഡ് ഗ്രേവൽ. പിറ്റ് സാൻഡ് ഫോമിലും അവൈലബിൾ ആണ്, ഗ്രേവൽ ഫോമിലും അവൈലബിൾ ആണ്. അതുപോലെ ഇതിൽ വരുന്ന വോയിഡ്സിൻ്റെ അളവ് 35 to 37% ആണ്. പിന്നെ ലെസ്സർ വർക്കബിലിറ്റി കമ്പയർഡ് ടു റൗണ്ട് അഗ്രിഗേറ്റ്. റൗണ്ട് അഗ്രിഗേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വർക്കബിലിറ്റി കുറവാണ്. അതുപോലെ ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഹയർ ദാൻ റൗണ്ടഡ് അഗ്രിഗേറ്റ്. റൗണ്ടഡ് അഗ്രിഗേറ്റിനേക്കാളും ബോണ്ട് സ്ട്രെങ്ത് ഇതിന് കൂടുതലാണ്. അടുത്ത് നമ്മൾ പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ അഗ്രിഗേറ്റ് ആണ്. ആംഗുലാർ അഗ്രിഗേറ്റിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ട്. അതുപോലെ അതിലെ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് 38 to 45% ആണ്. അപ്പോൾ ആംഗുലാർ അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ട്, അതുപോലെ മാക്സിമം വോയിഡ്സ് 38 to 45% ആണ്. അതുകൊണ്ട് തന്നെ ലെസ് വർക്കബിലിറ്റി ആയിരിക്കും. ഇനി ഇറ്റ് ഗീവ്സ് 10 to 20% മോർ കംപ്രസീവ് സ്ട്രെങ്ത് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രോങ് അഗ്രിഗേറ്റ് മോട്ടാർ ബോണ്ട്. സ്ട്രോങ് അഗ്രിഗേറ്റ് മോട്ടാർ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ 10 to 20% മോർ കംപ്രസീവ് സ്ട്രെങ്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് മാനുഫാക്ചറിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത ടൈപ്പാണ് ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് പറഞ്ഞത്. ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൻ അഗ്രിഗേറ്റ് തിക്നെസ് ഈസ് സ്മോൾ വെൻ കമ്പയർഡ് വിത്ത് വിഡ്ത്ത് ആൻഡ് ലെങ്ത്. വിഡ്ത്തിനെയും ലെങ്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ അഗ്രിഗേറ്റിൻ്റെ തിക്നെസ് വെരി സ്മോൾ ആണെങ്കിൽ അതിനെ നമുക്ക് ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് വിളിക്കാം. ഇനി അടുത്ത ടൈപ്പാണ് എലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്. എലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് വെൻ ദ ലെങ്ത് ഓഫ് അഗ്രിഗേറ്റ് ഈസ് ലാർജർ ദാൻ അതർ 2 ഡയമെൻഷൻസ്. മറ്റ് 2 ഡയമെൻഷനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ലാർജർ ആണെങ്കിൽ അതിനെ നമ്മൾ എലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കും. മുൻപ് പറഞ്ഞത് ഫ്ലേക്കി ആയിരുന്നു, ഇത് എലോങ്ങേറ്റഡ് ആണ്. ഇനി അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഒറിജിനെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ അഗ്രിഗേറ്റ് എന്നും ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ജിയോഗ്രഫിക്കൽ ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ അഗ്രിഗേറ്റ്. നാച്ചുറൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ടേക്കൺ ഫ്രം നാച്ചുറൽ സോഴ്സസ് ആയിരിക്കും. എക്സാമ്പിൾ റിവർ ബെഡ്, മൈൻസ്, ക്വാറീസ് എക്സെട്ര. നാച്ചുറൽ സോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് നാച്ചുറൽ അഗ്രിഗേറ്റ്സ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ടൈപ്സ് വരുന്നത് സാൻഡ്, ഗ്രേവൽ, സ്റ്റോണ്, റോക്ക് എക്സെട്ര ആണ്. ഇത് ഫൈൻ ആയിട്ടുള്ള ഫോമിലും കാണാം, കോഴ്സ് ആയിട്ടുള്ള ഫോമിലും കാണാം. ഇനി ജിയോഗ്രഫിക്കൽ ഒറിജിനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോസസ്ഡ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ സ്ലാഗ് അല്ലെങ്കിൽ ബേൺഡ് സ്ലാഗ്. ഇനി ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനും ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റിനും ഈ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ് യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, December 2019. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്, ദേ ആർ ആൾസോ കോൾഡ് പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സ് ഓർ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്സ്. അതിൻ്റെ വേറൊരു പേര് പ്രോസസ്ഡ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ് എന്നാണ്. അതിൻ്റെ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ സ്ലാഗ്, ബേൺഡ് സ്ലാഗ് എക്സെട്ര ആണ്. പിന്നെ പറയുന്നത് പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ബോത്ത് ഹൈ വെയ്റ്റ് ആൻഡ് ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്. ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റിനും ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതെല്ലാം സിമെൻറ്റിൻ്റെ ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ,
ഡിസ്കസ് ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സിമൻറ്റ് കോമ്പൗണ്ട്സ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2019 ചോദിച്ചതാണ്. സെക്കൻഡ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പ്രോഡക്ട്സ് ഓഫ് ഹൈഡ്രേഷൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ 2018 ചോദിച്ചതാണ്. അടുത്തത്, എക്സ്പ്ലെയിൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ് ഓഫ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ്റെ കെമിക്കൽ പ്രോസസ്സും ഫിസിക്കൽ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2017 ചോദിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം സെയിം കണ്ടൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിമൻറ്റിൻ്റെ ഹൈഡ്രേഷനും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് എന്താണെന്ന് നോക്കാം. സോ ജനറലി നമ്മളൊരു വർക്ക് പർപ്പസിനായിട്ട് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡ്രൈ സിമൻറ്റ് ഒരിക്കലും ഫൈൻ അഗ്രിഗേറ്റുമായിട്ടും കോഴ്സ് അഗ്രിഗേറ്റുമായിട്ടും കമ്പൈൻ ആവാറില്ല. അപ്പോൾ നമ്മൾ സിമൻറ്റിനെ വാട്ടറുമായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ, സിമൻറ്റിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടത്തുള്ളൂ. അപ്പോൾ സിമൻറ്റിനെ വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ സിമൻറ്റ് ആൻഡ് വാട്ടർ ഈസ് കാൾഡ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ്. ഇനി സിമൻറ്റിലുള്ള മെയിനായിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. C4AF, C3A, C3S ആൻഡ് C2S. ഇതാണ് സിമൻറ്റിൽ വരുന്ന മെയിനായിട്ടുള്ള കോമ്പൗണ്ട്സ്. ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹൈഡ്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ജനറലി സിമൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്പെരിക്കൽ ഷേപ്പ് അല്ല, പക്ഷേ ഹൈഡ്രേഷൻ്റെ അനാലിസിസിനായിട്ട് നമ്മളത് സ്പെരിക്കലായിട്ട് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് സ്പെരിക്കൽ. അതുപോലെ നമ്മുടെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സിമൻറ്റിൽ കിട്ടുന്ന ഹൈഡ്രേഷൻ പ്രോഡക്റ്റ്സ് ആണ് ടോബർമോറൈഡ് ജെൽ, അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ സം മൈനർ കോമ്പൗണ്ട്സ്. അപ്പോൾ ടോബർമോറൈഡ് ജെൽ, അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും പിന്നെ കുറച്ച് മൈനർ കോമ്പൗണ്ട്സും നമുക്ക് ഹൈഡ്രേഷൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടും. ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ ഔട്ടർ പെരിഫറി ഓഫ് ഗ്രെയിൻസ് ഓഫ് ഹൈഡ്രേറ്റഡ് സിമൻറ്റിൻ്റെ ഔട്ടർ പെരിഫറിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് 2 to 5 hours ടൈം പീരീഡിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഡോമിനൻറ്റ് പീരീഡ്. ഈ 2 to 5 hours നമ്മൾ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഡോമിനൻറ്റ് പീരീഡ് എന്ന് പറയും. ഈ ഹൈഡ്രേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ടോബർമോറൈഡ് ജെൽ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ മറ്റ് മൈനർ കോമ്പൗണ്ട്സ്, ഇതെല്ലാം ഒറിജിനൽ സിമൻറ്റ് ഗ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ശേഷം ദ ഹൈഡ്രേറ്റഡ് പ്രോഡക്ട്സ് ഗ്രാജുവലി ഓക്കുപ്പൈ ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ വാട്ടർ ഓക്കുപ്പൈ ചെയ്തിരുന്ന സ്പേസ് നമ്മുടെ ഹൈഡ്രേറ്റഡ് പ്രോഡക്ട്സ് ഓക്കുപ്പൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി വൺസ് ദ എൻറ്റയർ വാട്ടർ മോളിക്യൂൾസ് ആർ റിയാക്റ്റഡ്, എല്ലാ വാട്ടർ മോളിക്യൂൾസും റിയാക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അൺറിയാക്റ്റഡ് സിമൻറ്റ് ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വരെ ഹൈഡ്രേഷൻ നടക്കും. അത് കഴിയുമ്പോഴേക്കും ഹൈഡ്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഹൈഡ്രേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. 8 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഹൈഡ്രേഷനിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. C3S plus H2O gives CsH2O plus CaOH twice. അടുത്ത മെയിൻ റിയാക്ഷൻ, ഈ C3S C2S എന്നൊക്കെ പറയുന്നത് സിമൻറ്റിലുള്ള മെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഈ CsH2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ അടുത്ത റിയാക്ഷൻ നോക്കാം. C2S plus H2O gives CsH plus കാൽഷ്യം ഹൈഡ്രോക്സൈഡ് twice. അടുത്ത മെയിൻ റിയാക്ഷൻ C3A plus H2O gives C3AH6. നെക്സ്റ്റ് C3A plus H2O plus CaSO4 gives CaCSO3H12. നെക്സ്റ്റ് C4AF plus H2O gives C3AH6 plus CFH.
ഇത്രയുമാണ് സിമൻറ്റിൽ വരുന്ന മെയിനായിട്ടുള്ള റിയാക്ഷൻസ്, ഹൈഡ്രേഷൻ പ്രോസസ്സിൽ വരുന്ന റിയാക്ഷൻസ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ CSH എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ 3CaO 2SiO2 4H2O, അല്ലെങ്കിൽ ടോബർമോറൈറ്റ് ജെൽ. Generally, hydrated crystals are extremely small, fibrous, platy or tubular in shape. The CSH gel makes 50 to 60% of volume of voids in a completely hydrated Portland cement. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ക്രിസ്റ്റൽസിൻ്റെ എമൗണ്ട് നോക്കാം. അത് 20 to 25% ഓഫ് വോളിയം ഓഫ് സോളിഡ്സ് ഫില്ല് ചെയ്യും. ഇനി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്താണെന്ന് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ജനറലി ദ റിയാക്ഷൻ ഓഫ് സിമൻറ്റ് വിത്ത് വാട്ടർ ഈസ് എക്സോതെർമിക്. സിമൻറ്റും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷനാണ്. അത് ഒരു കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എപ്പോഴും ലിബറേറ്റ് ചെയ്യും. ഇങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഗ്രാഫ് കാണാം. ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ലിബറേഷൻ കാൽ പെർ ഗ്രാം പെർ അവർ ആണ് കാണിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ഹീറ്റ് ലിബറേഷൻ ഫ്രം എ സെറ്റിംഗ് സിമൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫാണ്. ABCD എന്ന് പറയുന്ന പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. Once cement is mixed with water, a rapid heat which lasts for few minutes is liberated. ഒരു പ്രാവശ്യം നമ്മൾ സിമൻറ്റിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സമയത്തേക്ക് നിൽക്കുന്ന ഒരു ഹീറ്റ് ലിബറേറ്റ് ആവും. ഇനി ഈ ഗ്രാഫിൽ വരുന്ന ഓരോ പോയിൻറ്റ്സിലും എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് A ആണ്. എയിൽ വരുന്ന റിയാക്ഷൻ C3A plus H2O gives C3AH6 plus heat. ഇതാണ് പോയിൻറ്റിൽ എയിൽ വരുന്ന റിയാക്ഷൻ. ഇനി അടുത്ത പോയിൻ്റാണ് B. പോയിൻ്റ് ബിയിൽ വരുന്ന റിയാക്ഷൻ, രണ്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. C3S plus H2O gives CSH plus CaOH twice plus heat. C3A plus H2O plus CaSO4 gives CaCS bar H12 plus heat. ഇതാണ് B എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന മെയിൻ റിയാക്ഷൻസ്. ഇനി അടുത്ത പോയിൻ്റാണ് സിയിൽ വരുന്ന റിയാക്ഷൻ നോക്കാം. സിയിൽ വരുന്നത് ദ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് ഡിക്രീസസ് സ്ലോലി, ഹീറ്റ് ലിബറേഷൻ ഓൾസോ ഡിക്രീസസ്. പോയിൻ്റ് C എത്തുമ്പോഴേക്കും, അതായത് ഈ കർവിൻ്റെ ഇവിടെ, ഹൈഡ്രേഷൻ പ്രോസസ്സ് ഡിക്രീസായി വരും. ഇങ്ങനെ ഡിക്രീസായി വരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഹീറ്റ് ഓഫ് ലിബറേഷനും ഡിക്രീസായി വരും. അതാണ് പോയിൻ്റ് C. ഇനി അടുത്ത പോയിൻ്റാണ് പോയിൻ്റ് D. പോയിൻ്റ് ഡിയിൽ അറ്റ് certain point the liberation reaches lower point D in the graph. അപ്പോൾ പോയിൻ്റ് D എന്ന് പറയുന്നത് ഈ ഗ്രാഫിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് പോയിൻ്റ് D. അവിടെ ഹീറ്റ് ഓഫ് ലിബറേഷൻ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് പോയിൻ്റ് E. പോയിൻ്റ് ഇയിൽ എന്ത് റിയാക്ഷൻ ആണെന്ന് നോക്കാം. പോയിൻ്റ് E. ആഫ്റ്റർ ദിസ് ദ ഹീറ്റ് ഡ്യൂ ടു ഹൈഡ്രേഷൻ സ്റ്റേസ് ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം, പോയിൻ്റ് D കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇയിലോട്ട് പോകുമ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നിൽക്കുന്നത്. ഇൻ ജനറൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഹൈഡ്രേറ്റ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. സിമൻറ്റിലുള്ള ഓരോ കോമ്പൗണ്ട്സും ഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റിലാണ്. ഇത് കാരണം ലിബറേറ്റ് ആവുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് സിമൻറ്റ് ഈസ് ആഡഡ് വിത്ത് റിട്ടാർഡേഴ്സ് ഇറ്റ് ഫ്ലാഷ് ദിസ് സെറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് C3A. നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നടക്കാനായിട്ട് സിമൻറ്റിൽ
റിട്ടാർഡേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് C3Aയുടെ സെറ്റിംഗ് പ്രോപ്പർട്ടിയെ ഫ്ലാഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് ദ ഫൈനസ് ഓഫ് സിമൻറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിമൻറ്റിൻ്റെ ഫൈനസ്. ഫൈൻ സിമൻ്റ് ആണെങ്കിൽ നല്ല ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഇനി ഹൗവർ ടോട്ടൽ ഹീറ്റ് ജനറേഷൻ വിൽ ബി ദ സെയിം. എങ്ങനെയാണെങ്കിലും ടോട്ടൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് വിൽ ഡിപ്പെൻഡ് upon the major components like C4AF, C3A, C3S, C2S. അപ്പോൾ C4AF, C3A, C3S, C2S എന്ന് പറയുന്ന കോമ്പൗണ്ട്സ്, അതാണ് മേജർ കോമ്പൗണ്ട്സ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി കാണുന്നത് ഒരു ടേബിളാണ്. ഈ ടേബിളിൽ പറയുന്നത് ഓരോ കെമിക്കൽ കോമ്പൗണ്ടിനും അത് എത്രത്തോളം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒരു ഏജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടേബിളിൽ പറയുന്നത്. അപ്പം ഇതിൽ 3 ഡേയ്സിൻ്റെത് കൊടുത്തിട്ടുണ്ട്, 3 ഡേയ്സിൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ട്, 90 ഡേയ്സിൻ്റെത് കൊടുത്തിട്ടുണ്ട്, 13 ഇയേഴ്സിൻ്റെതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മേജർ കോമ്പൗണ്ട്സ് 4 എണ്ണമാണ്. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നോക്കാം. C4AF എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് 3 ഡേയ്സിൽ 58 ആണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ തരുന്നത്. 90 ഡേയ്സിൽ 104 ആണ്. 13 ഇയേഴ്സ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 122 ആണ്. ഇനി C3A എന്ന് പറയുന്ന കോമ്പൗണ്ട് 3 ഡേയ്സിൽ 12 ആണ്, 90 ഡേയ്സിൽ 42 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. 13 ഇയേഴ്സിൽ 59 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അടുത്ത് C3S എന്ന് പറയുന്ന കോമ്പൗണ്ട് 3 ഡേയ്സിൽ 212 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. 90 ഡേയ്സിൽ 311 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. 13 ഇയേഴ്സിൽ 324 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അടുത്ത് C2S എന്ന് പറയുന്ന കോമ്പൗണ്ട് 69 ആണ് 3 ഡേയ്സിലുള്ള ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. 98 ആണ് 90 ഡേയ്സിലുള്ളത്. 13 ഇയേഴ്സിൽ 102 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇനി നോമ പോർട്ട്ലാൻഡ് സിമൻറ്റ് 89 to 90 കാലറി പെർ ഗ്രാം ഇൻ 7 ഡേയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 90 to 100 കാലറി പെർ ഗ്രാം 28 ഡേയ്സിലും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹോപ്പ് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.